നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതം ഇപ്പോഴും പഴയപടി തന്നെയാണോ? പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടവും പരാജയഭീതിയും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ. ലോകപ്രശസ്തരായ ദാർശനികരും മില്യൺ കണക്കിന് വിജയികളും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തിയ ഒരു രഹസ്യമുണ്ട്. നിങ്ങളുടെ ജീവിതം മാറാൻ വലിയ വിപ്ലവങ്ങളൊന്നും വേണ്ട, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഒരൊറ്റ ചിന്ത മാറിയാൽ മതി. അതെ, കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ നിങ്ങളുടെ തലവര മാറ്റാൻ ശേഷിയുള്ള ആ ഒരു ചിന്ത ഏതാണെന്നും അത് എങ്ങനെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉറപ്പിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 10 മിനിറ്റ് ആയിരിക്കും ഇത്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് മലയാളത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാനും അതിലൂടെ അതിശയിപ്പിക്കുന്ന വിജയങ്ങൾ നേടിയെടുക്കാനും സഹായിക്കുന്ന ലോകോത്തര അറിവുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. ഇതുപോലുള്ള പവർഫുൾ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നത് തുടരാനും നിങ്ങളുടെ വിജയയാത്രയിൽ ഞങ്ങളെ കൂടെ കൂട്ടാനും ഇപ്പോൾ തന്നെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ നൽകുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ശരി, നമുക്ക് ആ ജീവിതം മാറ്റുന്ന ചിന്തയിലേക്ക് കടക്കാം. 1. നിങ്ങളുടെ ലോകം നിങ്ങളുടെ ചിന്തയാണ്. യുവർ തോട്ട് ഇസ് യുവർ വേൾഡ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ സന്തോഷത്തെയും വിജയത്തെയും തീരുമാനിക്കുന്നത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ എങ്ങനെയുള്ളതാണോ അങ്ങനെയുള്ള ഒരു ലോകമാണ് നിങ്ങൾ പുറത്തും കാണുന്നത്. പ്രശസ്ത ദാർശനികനായ മാർക്കസ് ഔറേലിയസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ ചിന്തകൾ അതിനെ എങ്ങനെ മാറ്റുന്നു എന്നതാണ്. നിങ്ങൾ എപ്പോഴും കടബാധ്യതകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുന്നതിനെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്തരം സാഹചര്യങ്ങളെ മാത്രമേ നിങ്ങൾ ആകർഷിക്കൂ. ഇതിനെയാണ് വൈബ്രേഷണൽ മാച്ചിങ് എന്ന് പറയുന്നത്. നേരെ മറിച്ച്, എനിക്ക് ചുറ്റും അവസരങ്ങളുണ്ട്, ഞാൻ സമൃദ്ധിക്ക് അർഹനാണ് എന്ന ഒരൊറ്റ പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ അതുവരെ കാണാത്ത പുതിയ വഴികൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകം താനേ മാറാൻ തുടങ്ങും. കാരണം പുറത്തുള്ള ലോകം നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളുടെ വെറുമൊരു പ്രതിഫലനം മാത്രമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചിന്താഗതി മാറ്റാനും പോസിറ്റീവായ ഒരു ലോകം കെട്ടിപ്പടുക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ മാറ്റം ഇപ്പോൾ തന്നെ തുടങ്ങാം. കമന്റ് ബോക്സിൽ ഐ ചേഞ്ച് മൈ തോട്ട്സ്, ഐ ചേഞ്ച് മൈ ലൈഫ് എന്ന് ടൈപ്പ് ചെയ്യുക. ജീവിതത്തിൽ വലിയ വിജയം ആഗ്രഹിക്കുന്നവർ I am a സക്സസ് മാഗ്നറ്റ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് കമന്റും നിങ്ങളുടെ ഉള്ളിലെ പുതിയ ചിന്തയെ ഉറപ്പിക്കാനുള്ള ചുവടുവെപ്പാണ്. 2. വിത്ത് പോലെയാണ് ചിന്ത. തോട്ട് ആസ് എ സീഡ്. ഒരു വലിയ ആൽമരം അതിന്റെ തുടക്കത്തിൽ വെറുമൊരു ചെറിയ വിത്തായിരുന്നു എന്ന് നമ്മൾക്കറിയാം. ആ വിത്ത് മണ്ണിൽ വീണ് വളം ലഭിച്ച് വേരുകൾ ആഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അതുപോലെയാണ് നിങ്ങളുടെ ഓരോ ചിന്തയും. നിങ്ങളുടെ മനസ്സ് ഒരു ഫലഭൂയിഷ്ടമായ മണ്ണാണെന്ന് കരുതുക. അവിടെ നിങ്ങൾ എന്ത് വിത്താണോ പാകുന്നത് അത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മരമായി വളർന്നു നിൽക്കും. പലരും തങ്ങളുടെ മനസ്സിലേക്ക് ഭയത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും എനിക്ക് സാധിക്കില്ല എന്ന നിരാശയുടെയും വിഷവിത്തുകളാണ് എറിയുന്നത്. സ്വാഭാവികമായും അവരുടെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാകുന്നു. എന്നാൽ മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയ ആ രഹസ്യം മറ്റൊന്നുമല്ല. അവർ ബോധപൂർവം തങ്ങളുടെ മനസ്സിൽ വിജയത്തിന്റെ വിത്തുകൾ പാകി എന്നതാണ്. ഞാനിതിന് അർഹനാണ്, എനിക്ക് അതിശയിപ്പിക്കുന്ന കഴിവുകളുണ്ട് എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക. തുടക്കത്തിൽ അത് ചെറുതായി തോന്നാം, പക്ഷെ ദിവസവും ആ ചിന്തയെ ധ്യാനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും നനച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന വലിയൊരു വിജയമായി അത് മാറും. നിങ്ങളുടെ വിത്ത് നിങ്ങളുടെ ചിന്തയാണ്, അതിന്റെ വിളവെടുപ്പാണ് നിങ്ങളുടെ ജീവിതം. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ വിജയത്തിന്റെ വിത്തുകൾ പാകാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ അറിയിക്കുക. കമന്റ് ബോക്സിൽ ഐ പ്ലാന്റ് സീഡ്സ് ഓഫ് സക്സസ് എന്ന് ടൈപ്പ് ചെയ്യുക. സാമ്പത്തികമായ വളർച്ച ആഗ്രഹിക്കുന്നവർ മൈ സക്സസ് ഇസ് ഗ്രോയിങ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് വാക്കുകളും ആ വിത്തിനെ വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന ഊർജമാണ്. 3. ഉപബോധ മനസ്സിന്റെ ശക്തി. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ബോധ മനസ്സല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്, സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന ആ ഒരു ചിന്ത പതിയെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഒരിക്കൽ ഒരു ചിന്ത അവിടെ ഉറച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ ശരീരം പോലും അറിയാതെ പ്രവർത്തിക്കാൻ തുടങ്ങും. മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറിയത് അവർ തങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തപ്പോഴാണ്. ഞാൻ ഒരു പരാജയമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ തോൽപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തും. എന്നാൽ ഞാനൊരു വിജയിയാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആവർത്തിച്ചു നൽകുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനുള്ള ബുദ്ധിയും ധൈര്യവും അത് നിങ്ങൾക്ക് നൽകും. ഇതിനെയാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം മാത്രമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ ശക്തമായ ചിന്തയാണ്. ആ ചിന്ത ശരിയാക്കിയാൽ നിങ്ങളുടെ ജീവിതം താനേ ശരിയാകും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അപാരമായ ശക്തി ഉണർത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ വിജയം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുക. കമന്റ് ബോക്സിൽ മൈ സബ് കോൺഷ്യസ് ഈസ് മൈ പവർ എന്ന് ടൈപ്പ് ചെയ്യുക.
പണം ആഗ്രഹിക്കുന്നവർ ഐ എം അലൈൻഡ് വിത്ത് വെൽത്ത് എന്നും കൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഓരോ പോസിറ്റീവ് ഉറപ്പുകളും അഫർമേഷൻസ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള ശക്തമായ സന്ദേശങ്ങളാണ്. 4. സാഹചര്യങ്ങളല്ല, കാഴ്ചപ്പാടാണ് മാറേണ്ടത്. പെർസ്പെക്റ്റീവ് ചേഞ്ച്. മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയ ആ വിപ്ലവകരമായ ചിന്ത ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതല്ല പ്രധാനം, മറിച്ച് അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് കാരണം മോശം സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഭാഗ്യമില്ലായ്മയോ ആണെന്നാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്കെല്ലാം നമ്മളെക്കാൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. വ്യത്യാസം അവരുടെ കാഴ്ചപ്പാടിലായിരുന്നു. പെർസ്പെക്റ്റീവ്. ഒരു സാധാരണക്കാരൻ പരാജയത്തെ ഒരു തടസ്സമായി കാണുമ്പോൾ വിജയികൾ അതിനെ വളരാനുള്ള ഒരു പടിയായി കാണുന്നു. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചു തുടങ്ങുക. പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പരിഹാരങ്ങളിൽ, സൊല്യൂഷൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ആ ഒരു ചിന്താഗതി മാറുമ്പോൾ തടസ്സങ്ങൾ പോലും നിങ്ങൾക്ക് അവസരങ്ങളായി, ഓപ്പർച്യൂണിറ്റീസ് അനുഭവപ്പെടും. സാഹചര്യം മാറിയാലേ ഞാൻ സന്തോഷിക്കൂ എന്ന് വാശി പിടിക്കാതെ സന്തോഷത്തോടെ ഇരുന്നു കൊണ്ട് സാഹചര്യങ്ങളെ മാറ്റാൻ പഠിക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറുന്നു. സുഹൃത്തുക്കളെ, പ്രതിസന്ധികളെ അവസരങ്ങളായി കാണാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ മാറ്റം പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുക. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ സീ ഓപ്പർച്യൂണിറ്റീസ് എവറിവെയർ എന്ന് ടൈപ്പ് ചെയ്യുക. സാമ്പത്തികമായ മാറ്റം ആഗ്രഹിക്കുന്നവർ അബണ്ടൻസ് ഈസ് മൈ ചോയ്സ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് കമന്റും നിങ്ങളുടെ പുതിയ കാഴ്ചപ്പാടിനെ ഉറപ്പിക്കാൻ സഹായിക്കും. 5. മില്യൺ കണക്കിന് ആളുകൾ വിജയിച്ച വഴി. ദ പ്രൂവൻ പാത്ത്. ലോകത്തെ മാറ്റിമറിച്ച ഓരോ വലിയ വിജയത്തിന് പിന്നിലും ഒരു ചിന്ത ഉണ്ടായിരുന്നു. തോമസ് ആൽവ എഡിസൺ 1000 തവണ പരാജയപ്പെട്ടപ്പോഴും എനിക്ക് ബൾബ് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്, മറിച്ച് ബൾബ് കണ്ടുപിടിക്കാത്ത 1000 വഴികൾ ഞാൻ പഠിച്ചു എന്നാണ്. ഈ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് അദ്ദേഹത്തെ ലോകം അറിയുന്ന ശാസ്ത്രജ്ഞനാക്കിയത്. മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയ ആ രഹസ്യചിന്ത മറ്റൊന്നുമല്ല: അസാധ്യമായി ഒന്നുമില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ പ്രപഞ്ചം നിങ്ങൾക്ക് വഴങ്ങാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാം. നിങ്ങളൊരു സാധാരണക്കാരനായി ജനിച്ചതാകാം, പക്ഷെ ഒരു വിജയിയായി ജീവിക്കണോ എന്നത് നിങ്ങളുടെ ഇന്നത്തെ ചിന്തയെ ആശ്രയിച്ചിരിക്കും. വിജയിച്ചവർ ആരും ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ എത്തിയവരല്ല, മറിച്ച് തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഉറച്ച ഒരൊറ്റ ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നവരാണ്. ആ ചിന്ത നിങ്ങളിലുമുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയവും സുനിശ്ചിതമാണ്. സുഹൃത്തുക്കളെ, ലോകം വിജയിച്ച ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ ആത്മവിശ്വാസം ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കുക. കമന്റ് ബോക്സിൽ ഐ ബിലീവ് ഇൻ മൈസെൽഫ് എന്ന് ടൈപ്പ് ചെയ്യുക. സാമ്പത്തികമായ വലിയൊരു ലക്ഷ്യം മനസ്സിലുള്ളവർ മണി ഫ്ലോസ് ടു മീ എന്നും കൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് കമന്റും നിങ്ങളുടെ ഉള്ളിലെ വിജയിയെ ഉണർത്താൻ സഹായിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഒരൊറ്റ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. സാഹചര്യങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഞാൻ എന്റെ ചിന്തകളുടെ യജമാനനാണ് എന്ന കാര്യം ഓർക്കുക. മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറിയത് അവർ ഒരു സുപ്രഭാതത്തിൽ ഭാഗ്യം കൊണ്ട് വിജയിച്ചതുകൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ മനസ്സിനെ ശരിയായ ദിശയിലേക്ക് നയിച്ചതുകൊണ്ടാണ്. ആ ശക്തി നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ പരാതികൾ അവസാനിപ്പിച്ച് വിജയത്തിന്റെ ചിന്തകളുമായി മുന്നോട്ടു പോകൂ. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഈ അറിവുകൾ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഇത്തരത്തിലുള്ള കൂടുതൽ പോസിറ്റീവ് വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാനും ലോ ഓഫ് അട്രാക്ഷനിലൂടെ സാമ്പത്തികവും മാനസികവുമായ വലിയ വിജയങ്ങൾ നേടിയെടുക്കാനും സഹായിക്കുന്ന വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിലും പങ്കുവയ്ക്കുന്നതാണ്. ആ അറിവുകളൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ മാസ്റ്റർ മൈൻഡ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കൂ. നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഈ കൊച്ചു കുടുംബത്തെ വളർത്താൻ സഹായിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.